കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഇത്രയധികം ഗതികെട്ട അവസ്ഥയിലാണോ? ഞെട്ടലോടെയാണ് കേരളം ഒരു വാർത്ത കണ്ടത്. ക്ഷേമ പെൻഷൻ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം അസിസ്റ്റന്റ് പ്രൊഫസർമാരടക്കമുള്ള ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വാർത്ത. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. ഈ 1452 പേര് ആരാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം അറിയണ്ടേ? ഇത്തരത്തിൽ ജീവിതം വഴിമുട്ടിയവർക്ക് മാസം 1600 രൂപ കിട്ടുന്ന പദ്ധതിയിൽ നിന്ന് 10,000 ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കൈയിട്ടുവാരുന്നു എന്ന വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ഞാൻ SK ജയകുമാർ, ഫെറ്റോയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസമായി കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഇത്രയധികം ഗതികെട്ട അവസ്ഥയിലാണോ ജീവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം കേരളത്തിലെ പാവപ്പെട്ട, ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ കേരളത്തിൽ 1452 വരുന്ന സർക്കാർ ജീവനക്കാർ, വിവിധ മേഖലകളിൽപ്പെട്ട ഗസറ്റ് ഓഫീസേഴ്സ്, അതുപോലെ കോളേജ് അധ്യാപകർ, പിന്നെ വിവിധ സർക്കാർ മേഖലയിൽപ്പെട്ട ജീവനക്കാർ കൈപ്പറ്റുന്നു എന്നുള്ള ആരോപണം പുറത്തു വന്നിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൻ്റെ മേൽ വളരെ ശക്തമായ നടപടി കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കെതിരായിട്ടുള്ള, അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള സർക്കാർ ജീവനക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ധനമന്ത്രിയോടുള്ള അങ്ങേറ്റത്തെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ 1452 പേര് ആരാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം അറിയണ്ടേ? എന്തിനാണ് ധനമന്ത്രി അത് പുറത്തുവിടാതെ, അവരുടെ പേര് വിവരം പുറത്തുവിടാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ആരാണ് ചെയ്തത് എന്ന് പുറത്തുവിടാത്ത ഒരു സാഹചര്യം, പേര് പുറത്തുവിടാത്ത ഒരു സാഹചര്യം ദൗർഭാഗ്യകരമാണ്. കേരളത്തിലെ 5.25 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും മുൾമുനയിൽ നിർത്തുന്ന, അവർ അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ അവർ ഈ സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടയിൽ കൈയിട്ട് വരുന്നവരാണ് എന്ന് മുഴുവൻ ആളുകളെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കുന്ന നിലപാടാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ ചെയ്യേണ്ടത്, ആരാണ് ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയത്, അങ്ങനെയുള്ള ആ 1452 പേര് ആരാണ് എന്ന് പൊതുസമൂഹം അറിയണം. അവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. അവരുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു കാര്യവും സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെ കർശനമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഫെറ്റോ. കേരള NGO സംഘ് നേതൃത്വം നൽകുന്ന ഫെറ്റോ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിൽപ്പെട്ട ഒരാൾ പോലും ഈ 1452 പേരിൽ ഉണ്ടാകില്ല എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ്. ആ സമയത്തും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ, അദ്ദേഹമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഇതിന് ഉത്തരവാദി എന്ന് വളരെ ശക്തമായി ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെ അവസ്ഥ എന്താ? കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നിലവിലുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും നിഷേധിച്ച ഒരു ഭരണകൂടമാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ 2ാം ഭരണകൂടം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 50,000 കോടി രൂപയുടെ ആനുകൂല്യം കൊടുക്കാനുള്ള ഈ അവസരത്തിൽ, ആ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില ആളുകളെങ്കിലും ഈ തരത്തിൽ അനധികൃതമായിട്ട് സമ്പാദ്യമുണ്ടാക്കാനും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലുള്ള ഈ പാവപ്പെട്ടവൻ്റെ കാശ് മേടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. തീർച്ചയായും ഇതിന് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചതിന് ശേഷം അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കാതെ, ഇനി 1.5 വർഷം മാത്രം ബാക്കിയുള്ള സമയത്ത് ഒരു തീരുമാനമെടുക്കാതെ, സർക്കാർ ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 24% ക്ഷാമബത്തയാണ് നൽകാനുള്ളത്. ആ 24% ക്ഷാമബത്തയിൽ വെറും 5% ക്ഷാമബത്തയാണ് ഈ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ക്ഷാമബത്തയിൽ ഉൾപ്പെടെ 5% ക്ഷാമബത്തയാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ 5% ക്ഷാമബത്തയുടെ കുടിശ്ശിക പോലും പ്രഖ്യാപിക്കാൻ ധനമന്ത്രി ബാലഗോപാൽ തയ്യാറായിട്ടില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 11ാം ശമ്പള പരിഷ്കരണം, അതായത് 2019 മുതൽ ലഭിച്ച ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഈ 2024 ആയിട്ടും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു നെയ്യാ പൈസ കൊടുത്തിട്ടില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ലഭിച്ചുകൊണ്ടിരുന്ന ലീവ് സറണ്ടർ,
ആ ലീവ് സറണ്ടർ കേരളത്തിലെ ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ആ ലീവ് സറണ്ടർ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായി നടപ്പിലാക്കിയ മെഡിസപ്പ് അങ്ങേയറ്റം പരാജയത്തിലേക്ക് മെഡിസപ്പ് പദ്ധതി മാറിക്കഴിഞ്ഞു. ₹1 സർക്കാരിന്റെ വിഹിതമില്ലാതെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന് ഈ തരത്തിൽ ആരാണോ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ, ആരാണോ ഇത് കവർന്നെടുത്തിട്ടുള്ളത്, ഈ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയത്, അവരുടെ മുഴുവൻ ലിസ്റ്റും സർക്കാർ പുറത്തുവിടണം. ആ പുറത്തുവിട്ടുകൊണ്ട് മുഴുവൻ ജീവനക്കാരെയും അധ്യാപകരെയും ഈ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടി ധനമന്ത്രി ബാലഗോപാൽ അവസാനിപ്പിക്കണം. അദ്ദേഹത്തിന് എന്ത് താല്പര്യമാണ് ഇതിനകത്തുള്ളത്? എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഈ സാധാരണക്കാരന് വേണ്ടി പറയുന്ന സമയത്തും എന്തുകൊണ്ട് ഇത് കവർന്നെടുത്ത ആളുകളെ പേര് പുറത്തുവിടുന്നില്ല? അടിയന്തരമായി സർക്കാർ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് പുറത്തുവിട്ടുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കൊടുക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി അനുവദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ധനമന്ത്രി വരണമെന്ന് ഫെറ്റോ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.